ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും ആളുകൾ ഡിയോർ സവാഷ്, ബ്ലൂ ഡേ ഷാനൽ, ക്രീഡ് അവൻഡസ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യും. അതിന്റെ അടയാളമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലോണുകൾ ഇറങ്ങുന്നത്. അത്തരത്തിൽ റെയ്ഹാൻ ഇറക്കിയ ഒരു ക്ലോണാണ് നൊക്ടൂർണോ പോർഹോം. ഇത് ഡിയോർ സവാഷ് EDPയുടെയും ബ്ലൂ ഡേ ഷാനൽ EDPയുടെയും രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു മണമാണ് നൊക്ടൂർണോ. രണ്ടും മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. നിങ്ങൾക്ക് എത്ര തന്നെ അത് ഓവറേറ്റഡ് ആണെന്ന് പറഞ്ഞാലും വളരെ ഫെമിലിയർ ആണെന്ന് പറഞ്ഞാലും ഈ മണം എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അതെന്ത് മാജിക്കാന്ന് അറിയില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ പെർഫ്യൂം. മെയിനായിട്ട് ക്രീഡ് അവൻഡസ്, ബ്ലൂ ഡേ ഷാനൽ, ഡിയോർ സവാഷ്, ഇത് പലരുടെയും എന്താ പറയുക ആഗ്രഹമാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒറിജിനൽ ട്രൈ ചെയ്യണമെന്നുള്ളത്. സെയിം തന്നെയാണ് ബ്ലൂ ഡേ ഷാനലിന്റെയും ഡിയോർ സവാഷ് EDPയുടെയും രണ്ടിന്റെയും മിക്സറാണ് ഈ ഒരു പെർഫ്യൂം. റെയ്ഹാൻ ഇതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് EDP ആണെന്ന് തോന്നുന്നു. EDP ബോട്ടിൽ നോക്കാം. പാക്കേജിങ് റെയ്ഹാന്റെ ടിപ്പിക്കൽ ബോക്സ് ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് നോക്കി, ഇത് ഏതെങ്കിലും ബോട്ടിലുമായിട്ട് സാമ്യമുണ്ട്. ബ്ലൂ ഡേ ഷാനലിന്റെ ബോട്ടിലുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. ബാച്ച് കോഡും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ട്രൈ ചെയ്തായിരുന്നു, ഇത് 2 ദിവസം ട്രൈ ചെയ്തു. പുറത്തൊന്നും പോകാനുള്ള സാഹചര്യം ഒത്തുന്നില്ല. എങ്കിലും ഇതിന്റെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ക്യാപ്പ് തരക്കടില്ലാത്ത ഒരു മാഗ്നറ്റിക് ക്യാപ്പാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് 3000 താഴെ ഒരു പെർഫ്യൂമിന് ഈ ഒരു ക്യാപ്പ് നല്ല ഒരു കാര്യം തന്നെയാണ്. ഇവിടെ റെയ്ഹാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ. ഇനി ഇതിന്റെ സെൻ പ്രൊഫൈൽ ഫ്രഷ് സ്പൈസി അരോമാറ്റിക് വുഡി സിട്രസ് ലാവൻഡർ വാം സ്പൈസി ഗ്രീൻ ആംബർ. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ബെർഗാമോ പെപ്പർ മിന്റ്, മിഡിൽ നോട്ടിൽ ലാവൻഡർ പിങ്ക് പെപ്പർ ജെറാനിയം, ബേസ് നോട്ടിൽ ആംബർവുഡ് സിഡർ. എന്താണ് ഡിയോർ സവാഷിന്റെ അതേ DNA തന്നെയാണ്. ബ്ലൂ ഡേ ഷാനലിന്റെ ഏകദേശം ആ ഒരു സിമിലാരിറ്റിയിൽ വരുന്ന DNA തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് എക്സാക്ട് പറയാം. അതെ, ഡിയോർ സവാഷിന്റെ ഒരു പെപ്പറി, ബെർഗാമോ, ലാവൻഡർ, സ്പൈസി, പിന്നെ ഹെവി ലോഡഡ് ആയിട്ടുള്ള ആംബ്രോക്സൻ, അത് തന്നെയാണ് ഇതിന്റെ മണവും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ബ്ലൂ ഡേ ഷാനലിൽ ചേർത്തിരിക്കുന്ന പോലുള്ള ഒരു ചെറിയൊരു സ്പൈസിനെസ് ചേർത്തിട്ടുണ്ട്. അത് ബ്ലൂ ഡേ ഷാനലിന്റെ സ്പൈസിനെസ്സും ഡിയോർ സവാഷിലെ ആംബ്രോക്സനും, അല്ലെങ്കിൽ ആ ഒരു ഡിയോർ സവാഷ് ചേർത്തിരിക്കുന്ന ആ ഒരു ലാവൻഡർ നോട്ടും പെപ്പറി നോട്ടും ബ്ലൂ ഡേ ഷാനൽ ചേർത്തിരിക്കുന്ന സ്പൈസിനെസ്സും ചേരുമ്പോൾ ഒരു മണമാണ് ഇതിന്റെ മണം. സോ ഇതൊരു രണ്ടിന്റെയും കൂടി ചേരുമ്പോൾ ഒരു മണമാണ്. പ്രത്യേകിച്ച് വലിച്ചു നീട്ടാനോ പറയാനൊന്നുമില്ല. നിങ്ങൾക്കൊരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഡിയോർ സവാഷ് ആണെങ്കിലും ബ്ലൂ ഡേ ഷാനൽ ആണെങ്കിലും ഈ പെർഫ്യൂമിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. അതിന് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. പലപ്പോഴും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പലരും ചാടിക്കയറി വാങ്ങാൻ നിൽക്കുന്ന പെർഫ്യൂം തന്നെയാണ് ഏത് ബ്ലൂ ഡേ ഷാനലും ഡിയോർ സവാഷും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതേ മണം, സെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ പെർഫോമൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന ഒറിജിനൽ ഡിയോർ സവാഷിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിയോർ സവാഷ് ഓൾറെഡി ഒരു സിന്തറ്റിക് പെർഫ്യൂമാണ്, അതിൽ തർക്കമൊന്നുമില്ല. 3000 രൂപയ്ക്ക് നമുക്ക് അതൊക്കെ തന്നെ കിട്ടും. സിന്തറ്റിക് ഫാക്ടറാണ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, കൊടുക്കുന്ന പൈസ 2850, 3000 ആ റേഞ്ചിലാകുമ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസ് ഉണ്ട്. ഒരു 6-7 മണിക്കൂർ പെർഫോമൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മഴയുള്ള സമയത്ത് പ്രൊജക്ഷൻ ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഇപ്പോൾ ബ്ലൂ ഡേ ഷാനലും ഡിയോർ സവാഷും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇനി ഇത് ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. ഇനി ബഡ്ജറ്റിൽ നിങ്ങളൊരു ഡിയോർ സവാഷിന്റെ മണം ഇപ്പോൾ നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് തോന്നണം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡിയോർ സവാഷ് ആണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും. നിങ്ങൾക്കത് അത്രയും 10, 15, 14,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. പകരം നിങ്ങൾക്കിത് 3000 രൂപയ്ക്ക് താഴെ ഇത് വാങ്ങാതേ ഉള്ളൂ. ആൾക്കാരൊന്നും ഉറച്ചു വന്ന് നോക്കത്തൊന്നുമില്ലല്ലോ ഇത് ഉപയോഗിക്കുന്ന ഡിയോർ സവാഷ് ആണോ ഒറിജിനലാണോ ഒരിക്കലും നോക്കത്തൊന്നുമില്ല. പുറത്ത് കിട്ടുന്ന മണവും ഏതാണ്ട് ഡിയോർ സവാഷിന്റെ അതേ മണം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ചില ഡിയോർ സവാഷിന്റെ ക്ലോൺ വാങ്ങുമ്പോൾ ഈ ടോപ്പ് നോട്ട് മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. മിഡിൽ നോട്ടിൽ കുറച്ച് സ്പൈസി നോട്ട് ഡിയോർ സവാഷിൽ ചേർത്തിട്ടുണ്ട്. പെപ്പറി, സ്പൈസി, ജെറാനിയം, പിങ്ക് പെപ്പറിന്റെ ഒക്കെ നോട്ട്. അത് നമുക്ക് ഒട്ടുമിക്ക ഡിയോർ സവാഷിന്റെ ക്ലോണിലും കിട്ടാറില്ല. പക്ഷെ ഇതിൽ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സ്പൈസിനെസ് അവിടെ വരെ വരുന്നുണ്ട്. അത്രയും കിട്ടുന്നുണ്ട്. വലിയ കാര്യമാണ്. ഈ 2850, 3000 രൂപയ്ക്ക് നമുക്കൊരു ഡിയോർ സവാഷിന്റെ മണം മിഡിൽ നോട്ട് വരെ കയറുന്നുണ്ട്. ഡ്രൈഡോളിൽ ഏതാണ്ട് സിമിലർ തന്നെയാണ്. ഡ്രൈഡോൾ വരുമ്പോൾ ബ്ലൂ ഡേ ഷാനലിന്റെ ഒരു ആംബർ മസ്കി ഡ്രൈഡോണായിട്ട് മാറും. അപ്പോൾ ഇത് ആര് വാങ്ങണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഡിയോർ സവാഷ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങുക. ഇത് നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും, ആ ഡിയോർ സവാഷിന്റെ മണം ഇതാണല്ലോ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സെയിം സ്മെല്ല് തന്നെയാണ്. ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കുക, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കുക. ഓഫീസിൽ ഉപയോഗിക്കാം. വെയിലത്ത് പോകുമ്പോൾ രാത്രി ഡിയോർ സവാഷ് ബ്ലൂ ഡേ ഷാനൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചോ. ഒരു പ്രത്യേകിച്ച് കാലാവസ്ഥ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും അടിക്കാം. നിങ്ങൾ വാരി കോരി അടിച്ചോ, ഒരു പ്രശ്നമില്ല. 10 ml ആക്കിയിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ 5 ml 10 ml ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങുക. 3000 താഴെയുള്ള വില വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീരുമാനിക്കുക. റെയ്ഹാന്റെ ഏത് പെർഫ്യൂം അടിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയെന്നുള്ള കാര്യം കമന്റിൽ പറയുക. എന്നറിയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു സോ മച്ച്.